രണ്ടാമത്, നിങ്ങളുടെ ഒരു സെൽഫ് വേർത്ത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്, വാല്യൂ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അങ്ങനെ വാല്യൂ ഉള്ളൊരു വ്യക്തിയാണെന്ന് സ്വയം നമുക്ക് ബോധ്യം വരുമ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, അങ്ങനെ അത്തരം വാല്യൂ ഉള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും വാല്യൂ ഉണ്ട്, പക്ഷെ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ലോകത്തുള്ള സർവ്വ അലവലാദികളും നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പം മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. മുല്ലപ്പൂമ്പൊടിയാണ് നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ മുല്ലപ്പൂമ്പൊടിയുടെ ആ മണം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളത് വൃത്തികേടാണെങ്കിൽ അതിൻ്റെ മണമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അതിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ അതേ വാല്യൂ ഉള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടാവുക. നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്തില്ലെങ്കിൽ സർവമാന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും കാണും. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സുഗന്ധം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ വാല്യൂ തന്നെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.